ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് SCRT ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേയും നമ്മൾ ഒരുപാട് SCRT ടോപ്പിക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി. ഇനിയും ചെയ്യണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും അങ്ങനെ SCRT ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ദിവസവും 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. 2 റെക്കോർഡ് ക്ലാസ്, കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ടോപ്പിക്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, സിലബസ് വൈസ് ക്ലാസ് എല്ലാം നൽകുന്നു. രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും PYQ ഡിസ്കഷൻ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കമൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടെലിഗ്രാമിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ SCRT ടോപ്പിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട SCRT ടോപ്പിക്സ് ആണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് ശ്വേതരക്താണുക്കളും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനവുമാണ്. അപ്പോൾ ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് 5 തരത്തിലാണ് ശ്വേതരക്താണുക്കൾ ഉള്ളത്. ഏതൊക്കെയാണ്? 1 ന്യൂട്രോഫിൽ, 2 ബേസോഫിൽ, 3 ഈസിനോഫിൽ, 4 മോണോസൈറ്റ്, 5 ലിംഫോസൈറ്റ്. ഇങ്ങനെയാണ് 5 ശ്വേതരക്താണുക്കൾ. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അപ്പോൾ അതിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്നതിൻ്റെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറയുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ആര് ചെയ്യുന്നത്? ന്യൂട്രോഫിൽ ചെയ്യുന്നത്. കൂടാതെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫിലാണ്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, കൂടാതെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫിലാണ് എന്നത് ഓർത്തിരിക്കുക. അടുത്തത് ബേസോഫിൽ. ബേസോഫിലിന്റെ ഫംഗ്ഷൻ എന്താണ്? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, അതുപോലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുക, രക്തക്കുഴലുകൾ വികസിപ്പിക്കുക എന്നതാണ് ബേസോഫിലിന്റെ പ്രതിരോധ പ്രവർത്തനം. അടുത്തത് ഈസിനോഫിലാണ്. ഈസിനോഫിലിന്റെ ഫംഗ്ഷൻ എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഈസിനോഫിലാണ്. അതുപോലെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈസിനോഫിലാണ്. അപ്പം അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, മോണോസൈറ്റ്. അടുത്തത് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ബേസോഫിൽ എന്താ ചെയ്യുന്നത്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസിനോഫിൽ ചെയ്യുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് ചെയ്യുന്നത് എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി
നമ്മുടെ അഡ 24/7 ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2024 നടക്കാനിരിക്കുന്ന പരീക്ഷകളായിട്ടുള്ള ഡയറി ഫാം ഇൻസ്ട്രക്ടർ, അതുപോലെ ഡിഗ്രി ലെവൽ LSGS, SI മെയിൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ്, അതുപോലെ LDC, അതുപോലെ EMRS, IBPS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കോഴ്സിനും വേണ്ടിയിട്ട് ലൈവ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ, സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് 20% കിഴിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ. 20% കിഴിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 20% കിഴിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഴ്സിന് ആകെ 2000 രൂപയാണ് വരുന്നത്. ഒരു കോഴ്സിന് ആകെ 2000 രൂപയാണ് ഫീസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഹാ പാക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ മഹാ പാക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് 15-നുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത്. അതുപോലെ ഇരട്ടി വാലിഡിറ്റിയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ എന്തെങ്കിലും ഫ്രീ എക്സാം കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ലിംഫോസൈറ്റ് എന്ന് പറയുന്ന പോരാളി നമ്മൾ പറഞ്ഞില്ലേ, ലിംഫോസൈറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും എന്തെന്ന് പറയുന്നു? ആന്റിജനുകൾ എന്നാണ് പറയുന്നത്. ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം, സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോസൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആന്റിജനുകൾ? ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയുമാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്റിജൻ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന ശ്വേതരക്താണുക്കളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ലിംഫോസൈറ്റ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഇവ എവിടെയാണ് രൂപപ്പെടുന്നത്? അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നു. ഓക്കെ, അസ്ഥിമജ്ജയിലും രൂപപ്പെടുന്നുണ്ട്, അതുപോലെ തൈമസ് ഗ്രന്ഥിയിലും രൂപപ്പെടുന്നുണ്ട്. അസ്ഥിമജ്ജയിലും തൈമസ് ഗ്രന്ഥിയിലും എന്ത് രൂപപ്പെടുന്നുണ്ട്? ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയെ നമ്മൾ ബി ലിംഫോസൈറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബി ഫോർ ബോൺ മാരോ എന്ന് പറയുന്നതുകൊണ്ടാണ് അതിന് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ അവ രൂപപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? അസ്ഥിമജ്ജയിൽ വെച്ച് രൂപപ്പെടുന്നു. ഇനി ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ? തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി ലിംഫോസൈറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ബി ലിംഫോസൈറ്റുമായി ബന്ധമില്ലാത്തത് ഏത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ആന്റിബോഡികൾ എന്ന് വെച്ചാൽ എന്താ? ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതികളിലാണ് ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബി ലിംഫോസൈറ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. 3 രീതിയിലാണ് ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഏതൊക്കെയാ? ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും. പിന്നെയോ ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കും. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് ആന്റിബോഡികൾ എങ്ങനെയാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടി ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത്? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്?
ടി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ടി ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായ ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബി ലിംഫോസൈറ്റ്സ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു? ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ആന്റിബോഡി അറിയപ്പെടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് വൈ ആകൃതിയിലാണ് കേട്ടോ ഉള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ ഏതാകൃതിയിലാണ്? വൈ ആകൃതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആറ്റങ്ങളെ ആന്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞില്ലേ, ഇത് 5 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എം കേട്ടോ. അപ്പോൾ IgA, IgD, IgE, IgG, IgM എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇതേ ഈ കാണുന്ന വൈ ഷേപ്പാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ലിംഫോസൈറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ SCERT കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്? അതായത് ശാസ്ത്രം ഏറെ പുരോഗമിച്ചിട്ടും ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് നിയന്ത്രണാധീനമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോ സവിശേഷതയ്ക്കും അടിസ്ഥാനമായ ജീനുകളും അവയുടെ സ്ഥാനവും കൃത്യമായി കണ്ടെത്താനായില്ല എന്നതായിരുന്നു ഇതിന് കാരണം. ഈ പരിമിതികൾ മറികടക്കുന്നതിനുള്ള ഇടപെടലായിട്ടാണ് 1990കളിൽ എന്ത് വരുന്നത്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. എപ്പോഴാണ്? 1990. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വിവിധ ലാബുകളിൽ 2003 വരെ നീണ്ടുനിന്ന ഗവേഷണങ്ങളുടെ ഫലമായിട്ട് മനുഷ്യനിലെ ജനിതക രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA-യിൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA-യിൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് എന്ത്? ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീനോം? ജീനോം എന്ന് വെച്ചാൽ എന്താ? ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് ജീനോം എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ എന്തെന്ന് പറയുന്നു? ജീനോം എന്ന് പറയുന്നു. അടുത്തത് ജങ്ക് ജീനുകൾ. എന്താണ് ജങ്ക് ജീനുകൾ? മനുഷ്യ DNA-യിൽ തന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? ജങ്ക് ജീനുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 1990 എന്നുള്ളത് ഓർത്തിരിക്കുക. ജീൻ മാപ്പിംഗ് അറിഞ്ഞിരിക്കുക. ജീനോം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ജങ്ക് ജീനുകൾ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ ടോപ്പിക്ക് നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ്. ഇതിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു ശാഖകളായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതാണ് എന്ത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ എന്ന് പറയുമ്പോൾ ഏതാണ് ഡെൻഡ്രോൺ? ഈ കാണുന്ന ഈ വലിയ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ ഇങ്ങനെ വി ഷേപ്പിൽ നിൽക്കുന്നത്, ഇതിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുക. അപ്പോൾ ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഈ കാണുന്ന ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഡെൻഡ്രൈറ്റ്. എന്താണ് ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഇപ്പൊ ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്? കോശ ശരീരത്തിൽ നിന്നും ഉള്ള നീളം കുറഞ്ഞ തന്തുവാണ്, അത് ഈ കാണുന്ന തന്തുവാണ് ഡെൻഡ്രോണ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ഏതാണ് കോശ ശരീരം? ഈ കാണുന്നതാണ് കോശ ശരീരം. അപ്പൊ ഡെൻഡ്രൈറ്റിൽ നിന്നും, ഈ ഡെൻഡ്രൈറ്റ് ഉണ്ടല്ലോ ഈ ശാഖ, അപ്പൊ ഈ ഡെൻഡ്രൈറ്റിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഡെൻഡ്രോൺ ആണ്. ഇവിടെ കിടക്കുന്ന ഡെൻഡ്രോൺ ആണ് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് ശ്വാൻ കോശം. ശ്വാൻ കോശം എന്താണ്? ആക്സോണിനെ വലയം ചെയ്ത് കാണുന്നു. കണ്ടില്ലേ, ഈ കളർ ഒരു വൈറ്റ് കളറിൽ കാണപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നത് ഈ കാണുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ശ്വാൻ കോശം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്, യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ആക്സോൺ.
എന്താണിത്? കോശ ശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവാണ് അല്ലേ? ഇവിടെ മുതൽ ഈ അറ്റം വരെയുണ്ട്. അപ്പോൾ ആക്സോൺ എന്ന് പറയുന്നത് നീളം കൂടിയ ഒരു തന്തുവാണ്. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സംവഹിക്കുന്നു. ഇവിടെ എന്താണ്? കോശ ശരീരത്തിൽ എത്തിയിട്ടുള്ള ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റിൽ നിന്നും എന്ത് ചെയ്തു? ഡെൻഡ്രോണ് കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? ആക്സോൺ ആണ്. ഇനി ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ശാഖ പോലുള്ള ഭാഗമാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ശാഖകളാണിത്. ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഈ നോബായിട്ട് കാണപ്പെടുന്നില്ലേ, ഇതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റ് ആണ്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ്. നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ഇതെന്താണ് ചെയ്യുന്നത്? നാഡീയ പ്രേഷകം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ഇപ്പം ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? ഡെൻഡ്രൈറ്റ് തൊട്ടടുത്തുള്ള ഇവിടെയും എന്തുണ്ടാവും? ഇതുപോലൊരു കോശ ശരീരവും ഇങ്ങനെ എന്താണ് ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു ന്യൂറോണാണ്. അപ്പോൾ ഈ ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ഡെൻഡ്രൈറ്റ് സ്വീകരിച്ച ആവേഗങ്ങളെ ഇവിടെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഇവിടെ കിടക്കുന്ന ഡെൻഡ്രോൺ ആണ്. ആ ഡെൻഡ്രോൺ കോശ ശരീരത്തിലേക്ക് എത്തിച്ച ഇവിടത്തെയുള്ള ആവേഗങ്ങളെ കോശ ശരീരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ കാണുന്ന ഏതാണ്? യെസ്, ആക്സോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആ ആക്സോണിനെ ചുറ്റി കാണപ്പെടുന്നതാണ് ഷ്വാൻ കോശം. ഇനി ആക്സോൺ എന്ത് ചെയ്തു? കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങളെ എത്തിച്ചു. ഈ ആവേഗങ്ങളെ ഈ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്ന ആരാണ്? ആക്സോണൈറ്റ് ആണ്. അപ്പോൾ ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബിലെത്തി. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? നാഡീയ പ്രേഷകം സ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നാഡികളും പ്രത്യേകതകളും ആണ് കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ള നാഡികളാണ്. 1 സംവേദ നാഡി, 2 പ്രേരക നാഡി, 3 സമ്മിശ്ര നാഡി. സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദ നാഡി എന്ന് വെച്ചാൽ എന്താണ്? സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാവുന്നതാണ് സംവേദ നാഡി. ധർമ്മം എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സംവേദ നാഡി എന്താണ് ചെയ്യുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് സംവേദ നാഡിയാണ്. ഇനി പ്രേരക നാഡി എന്താണ് ചെയ്യുന്നത്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കും. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡിയാണ്. അടുത്തത് സമ്മിശ്ര നാഡി എന്താണ് ചെയ്യുന്നത്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്ര നാഡി. അപ്പൊ സംവേദ നാഡി ചെയ്യുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. പ്രേരക നാഡി ചെയ്യുന്നത് തലച്ചോറ്, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. സമ്മിശ്രം എന്ന് പറയുമ്പോൾ രണ്ടുമാണ്, അതായത് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് സെറിബ്രവും സെറിബെല്ലവും മെഡുല ഒബ്ലാങ്കേറ്റയും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പാർട്ട് സെറിബ്രം, മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ് പറയുന്നത്. സെറിബ്രം എന്ന് പറയുമ്പോൾ എന്താ? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അവിടെ എന്തുണ്ട്? ധാരാളം ചുളിവുകളും മടക്കുകളും. കണ്ടില്ലേ, ഇതാണ് സെറിബ്രം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ധാരാളം ചുളിവുകളും, ഇങ്ങനെ ചുളിവുകളും മടക്കുകളും എല്ലാം എവിടെ കാണപ്പെടുന്നുണ്ട്? സെറിബ്രത്തിൽ കാണപ്പെടുന്നുണ്ട്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം കോർട്ടെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ചാരനിറമുള്ള പുറംഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കോർട്ടെക്സ്. ഇനി ഉൾഭാഗം അറിയപ്പെടുന്നത് വെളുത്ത ഭാഗമാണ്, അത് മെഡുല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും ഏതാണ്? സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം, ധാരാളം ചുളിവുകളും മടക്കുകളുമുള്ള ഭാഗം, സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ്, വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നുണ്ട്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ, അടുത്തത് സെറിബെല്ലം. എപ്പോഴും ചോദിക്കുന്നതാണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഈ കിടക്കുന്നതാണ് സെറിബെല്ലം.
സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ, 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നു. അപ്പൊ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലം. അതുപോലെ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലമാണ്. മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെറിബെല്ലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലെ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മദ്യം അല്ലെ, വെള്ളം എന്നുള്ള രീതിയിൽ ബെല്ലം വെള്ളമായിട്ട് കണക്ട് ചെയ്യുക, മദ്യം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ സെറിബെല്ലമാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം, സെറിബെല്ലമാണ്. അപ്പോൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിലെ തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. അതുകൊണ്ടാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുലന നില നഷ്ടമാവുന്നത്. അടുത്തത് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുമ്പോൾ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഈ കാണുന്ന ദണ്ട് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ആകൃതിയിൽ കാണപ്പെടുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. എന്താണ് അത് ചെയ്യുന്നത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അടുത്തത് തലാമസ്. തലാമസ് എന്ന് പറയുമ്പോൾ സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നതും ആരാണ്? തലാമസ് ആണ്. അടുത്തത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്താ ചെയ്യുന്നത്? തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് കണ്ണിലെ പാളികളെ കുറിച്ചാണ് കേട്ടോ. കണ്ണിലെ പാളികൾ. ഇപ്പൊ കണ്ണിലെ പാളികൾ 3 പാളികളുണ്ട്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതിൽ ദൃഢപടലത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോർണിയയും കൺജക്റ്റൈവയും. നോക്കുക, ദൃഢപടലം എന്ന് വെച്ചാൽ എന്താണ്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് യോജക കലയാൽ നിർമ്മിതം. അപ്പൊ എന്തൊക്കെയാണ് ദൃഢപടലത്തിൽ പഠിക്കാനുള്ളത്? കണ്ണിന് ദൃഢത നൽകുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. വെളുത്ത നിറമാണ്, വൈറ്റ് കളറാണ്, വെളുത്ത നിറമാണ്. അതുപോലെ ബാഹ്യപാളിയാണ് കേട്ടോ, ബാഹ്യപാളിയാണ്. യോജക കലയാൽ നിർമ്മിതം, യോജക കല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. ഇനി രക്തപടലം എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം രക്തക്കൊഴലുകൾ കാണപ്പെടുന്നതാണ് രക്തപടലം. പിന്നെ ദൃഷ്ടിപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് ആണ് ഏത്? ദൃഷ്ടിപടലം. ഇനി അടുത്തത് ദൃഢപടലത്തിൽ വരുന്നതാണ് കോർണിയയും കൺജക്റ്റൈവയും. എന്തൊക്കെയാണത്? കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏത്? കോർണിയ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കോർണിയ എന്താണ് ചെയ്യുന്നത്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കൺജക്റ്റൈവ എന്താണ്? ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. അടുത്തത് രക്തപടലത്തിൽ വരുന്നതാണ് ഐറിസും പ്യൂപ്പിളും. ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താ? കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. എന്താണ് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നുണ്ട് ഐറിസിന്. അടുത്തത് പീതബിന്ദു എന്ന് പറയുമ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് എവിടെയാണ്? പീതബിന്ദുവിലാണ് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത്. പീപ്പിൾ നമ്മൾ പറഞ്ഞില്ല. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പീപ്പിൾ. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കപ്പെടുന്നു. അടുത്തത് അന്ധബിന്ദു എന്താണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. അപ്പോൾ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത ഭാഗം ഏതാണ്? കണ്ണിന്റെ ഭാഗം അന്ധബിന്ദുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലെൻസ് ആണ്. ലെൻസ് എന്ന് പറയുമ്പോൾ സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇലാസ്തികതയും സുതാര്യവുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന് പറയുന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? സീലിയറി പേശി എന്താന്ന് പറയുന്നു. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രാമസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പോൾ ലെൻസിന്റെ
വക്രത ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? സീലിയറി പേശികളുടെ അതുപോലെ വിശ്രാമാവസ്ഥ പ്രാപിക്കലും സങ്കോചവുമാണ്. സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത്. അടുത്തത് നേത്രനാഡി. നേത്രനാഡി എന്താ ചെയ്യുന്നത്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് TSH. TSH എന്ന് പറയുമ്പോൾ ധർമ്മം എന്താ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ പേരിൽ തന്നെയുണ്ട്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അടുത്തത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH എന്താ ചെയ്യുന്നത്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ, ആ പേര് പോലെ തന്നെ അഡ്രിനോ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. അടുത്തത് ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? GTH എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നത് GTH ആണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും നടക്കുന്നത് GTH കാരണമാണ്. അടുത്തത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയും. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ആരാണ്? വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ ആണ്. അടുത്തത് മുലപ്പാൽ ഉൽപ്പാദനത്തിന് വരുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനോ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മുലപ്പാൽ ഉൽപാദനം. അടുത്തത് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എന്താണ്? ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അത് മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്നുണ്ട്. അടുത്തത് വാസോപ്രസിൻ അഥവാ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ ADH എന്ന് പറയുന്നത് എന്താണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ ADH എന്ന് പറയുന്നത്. ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു എന്നത് ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കാരണവും കേട്ടോ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ പ്രമേഹത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് കേട്ടോ. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് പ്രമേഹത്തിന് കാരണം. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാവുന്നതാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതം എന്ന് വെച്ചാൽ എന്താ? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് പക്ഷാഘാതം. അടുത്ത അമിത രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ നിന്ന് കൊഴുപ്പടിഞ്ഞ രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനെയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ ധർമ്മവും പഠിച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കാരണവും എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. അടുത്തത് പുകവലി മൂലമുണ്ടാവുന്ന രോഗങ്ങളാണ്. ഒന്ന്, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? പക്ഷാഘാതവും നിക്കോട്ടിനോട് വിധേയത്വവും. പക്ഷാഘാതവും നിക്കോട്ടിനോട് വിധേയത്വവും എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്നതാണ്. ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്ന, പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. അടുത്തത് നോക്കുക, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന, ഹൃദയത്തെ ബാധിക്കുന്ന എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ എന്നിവയാണ്. അപ്പോൾ ഇതെല്ലാം പുകവലി മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്. ഇനി അടുത്തത് ഫിസിക്സിൽ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും എന്ന് പറയുന്ന ഒരു ടേബിൾ പഠിക്കാനുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി കളേഴ്സ്.
അപ്പോൾ നമുക്കറിയാം പച്ച, നീല, ചുവപ്പ് എന്നീ 3 വർണ്ണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പച്ച, നീല, ചുവപ്പ് ഇത് 3 പ്രാഥമിക വർണ്ണങ്ങൾ അല്ലേ? നമ്മൾ കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. പ, നീ, ചു എന്ന് ഓർത്താൽ മതി. പച്ച, നീല, ചുവപ്പ് എന്ന് പറയുന്നു. മറ്റു വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ? ഇല്ല. എന്നാൽ ഈ 3 പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള വർണ്ണങ്ങൾ നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യത്തേത് പച്ചയും ചുവപ്പും കൂടെ ചേർന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്? മഞ്ഞ. പച്ചയും ചുവപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് മഞ്ഞയാണ്. ഇനി പച്ചയും നീലയും കൂടെ ചേർന്ന് എന്താണ് ഉണ്ടാവുന്നത്? പച്ചയും നീലയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സയാൻ എന്ന് പറയുന്ന നിറമാണ് ഉണ്ടാവുന്നത്. ഇനി നീലയും ചുവപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് മജന്തയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പച്ചയും ചുവപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മഞ്ഞയും, പച്ചയും നീലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സയാനും, നീലയും ചുവപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മജന്തയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് CNG, LNG, LPG കേട്ടോ. ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. CNG, LNG, LPG ഇതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. നോക്കുക, പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്. അപ്പം LNG എന്ന് പറയുന്നതിലെ പ്രധാന ഘടകം എന്താണ്? മീഥെയിൻ ആണ്. LNGയിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. LNG എന്ന് പറയുന്നത് വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇനി പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. അടുത്ത നോക്കിക്കേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കേട്ടോ, LPG എന്ന് പറയുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് LPGയുടെ പൂർണ്ണരൂപം. പെട്രോളിയത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അംശീക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ് ഈ LPG എന്ന് പറയുന്നത്. എന്തിനെയാണ്? പെട്രോളിയത്തെ അംശീക സ്വേദനം വഴിയാണ് LPG ആക്കി മാറ്റുന്നത്. പെട്രോളിയത്തെ അംശീക സ്വേദനം ചെയ്യുമ്പോഴാണ് നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമായി മാറുന്നത്. ഈ ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായിട്ട് എന്ത് ചേർക്കുന്നുണ്ട്? സ്മെല്ലിന് വേണ്ടിയിട്ടും ഈഥൈൽ മെർക്യാപ്റ്റൻ. എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നതുകൊണ്ടാണ് ആ സ്മെല്ല് വരുന്നത്. ഓക്കെ, ഇനി LPGയിലെ മുഖ്യ ഘടകം എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സയൻസ്